ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സീക്രട്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം കരുതുന്നത്, അവർക്ക് നിങ്ങളോട് ഏത് തരത്തിലുള്ള ഒരു സ്നേഹമാണ് തോന്നുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ടോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു ഒപ്സെറ്റ് ആണ്. നിങ്ങളിൽ അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളുടേതാവുന്നതോ അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾ പോകുന്നതോ ജീവിക്കുന്നതോ ഒന്നും ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു പേഴ്സണ് താല്പര്യമുള്ള ഒരു കാര്യമല്ല. കാരണം ഇവർ പുറമേ അത് പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി പോലെ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും ഈ ഒരു വ്യക്തിയെ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ഹാപ്പി മൂമെന്റിൽ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സന്റെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ഒരു ഡൗൺ ആയി പോകുന്നു. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് സന്തോഷങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായാലും അതൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പരസ്പരം പ്രണയിക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഈ ഒരു എനർജീസ് ഉള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും സ്നേഹം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലായിരിക്കാം. എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിക്കും കാര്യങ്ങളും ഒക്കെ ഒരേപോലെ ആണെന്നില്ല. അതെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതികളും ഒക്കെ ഒരു വ്യത്യാസം കാണും ആളുകൾ തമ്മിൽ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ഒരു പൊസസീവാണ് നിങ്ങളിൽ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു അവരുടേത് മാത്രമായിരിക്കണം എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നു. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇല്ലാത്തതിൽ നിങ്ങളും വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേ സമയം ഈ ഒരു പേഴ്സണോട് മിണ്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അവരോട് ചെന്ന് സംസാരിക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഒരു പൊസസീവാണ്. അല്ലാന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം അവർ വളരെയധികം ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ തരത്തിൽ മിണ്ടാനോ സംസാരിക്കാനോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്കപ്പ് ആയ സമയത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവരൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും ഇപ്പോൾ അതേ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു ഇഷ്ടം അവരോടുണ്ട്. നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി പോലെ നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ താഴ്ന്നു കൊടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. കാരണം തുടക്കത്തിലെല്ലാം നിങ്ങൾ അത്രത്തോളം സംസാരിക്കാൻ ചെന്നപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റീസണെ കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഇവർ നിങ്ങളെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നിങ്ങളും അതേ ഒരു നിലപാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാകുന്നത് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ പേഴ്സൺ കൊടുക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബ്ലോക്ക് ഒന്നും ആയിരിക്കില്ല.
അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ളതെങ്കിൽ കൂടിയും നിങ്ങൾ അതിനൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് സെൽഫ് വാല്യൂ ഒക്കെ കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പം എന്താണ് പറ്റിയത്, എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഈഗോയിൽ തന്നെയാണ് നിങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്യൂൻ ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി പോലെയാണ്. അതായത് എന്നോട് വന്നൊന്ന് മിണ്ടട്ടെ എന്നുള്ള ഒരു എനർജിയിലാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ട് ചെന്ന് ഓടിപ്പോയി സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഓടിച്ചെന്ന് ഇവരോട് സംസാരിക്കാനായിട്ടല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഒരു ഡിസിഷൻ മാത്രമാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു സിറ്റുവേഷനിൽ കണ്ട ഒരു കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഒരു കറണ്ട് ഫീലിങ്സ് ഇതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയുമായിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബാക്കപ്പ് ഹിസ്റ്ററി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടാണ് നിങ്ങൾ കരുതുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിന്തകൾ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമല്ല ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്യുവർലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും ചിലപ്പോൾ ചിലർക്കത് ഒരു ചിന്ത മാത്രമായിരിക്കാം ചീറ്റ് ചെയ്ത് പോയി എന്നുള്ളത്. ചിലർക്ക് അത് ഒറിജിനലായിട്ട് സംഭവിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണെങ്കിലും ഇവര് നിങ്ങളെ ഏതോ തരത്തിൽ ചീറ്റ് ചെയ്തു, എന്നോട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അത്രത്തോളം ഒരു സ്നേഹിച്ച വ്യക്തിയാണ്, അപ്പോൾ എന്നോട് കാണിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആ ഒരു ചിന്ത കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ ഒരു മിസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയായിരിക്കാം. കാരണം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ഈ ഒരു പേഴ്സണെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കും മുന്നേ സമയത്ത്. അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ ഇപ്പോഴും ഇവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ വിളിച്ചു തിരക്കിയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആഴത്തിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല മറ്റേത് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഈ അവോയ്ഡ്നെസ് എന്നിങ്ങനെയൊക്കെ കരഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ അവരുടെ പുറകെ നടന്നിട്ട് ഇരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവരോട് പുറകെ പോയിരുന്നിട്ടുണ്ടാകാം. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ അവരുടെ പുറകെ നിങ്ങൾ ചെന്നിരുന്ന സമയത്തൊക്കെ ഇതിപ്പോ എന്ത് ചെയ്താലും ഈ ഒരു വ്യക്തി എൻ്റെ പുറകെ എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ പുറകെ തന്നെ നിൽക്കും എന്നൊരു കോൺഫിഡൻസിലായിരിക്കാം ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. സോ ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു പേടി എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും കടന്നു വന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയോ, ഇങ്ങനെയുള്ള ഒരു ഡൗട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് പഴയതുപോലെ ആവാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു കാര്യം കിട്ടിക്കൊണ്ടിരുന്നത്, അത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് കിട്ടാതെ ആകുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു വില മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് റോയിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ആ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ടെമ്പറൻസ് കാർഡ് താഴത്തെ റോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓഫ് കപ്സും ടെമ്പറൻസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിവൈൻ, ഒരു ഫെമിനിൻ ഡിവൈൻ മാസ്കുലിൻ എനർജി എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽപ്പെട്ടിട്ടുള്ള 2 വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സോ നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും ആ ഒരു വളരെ ഡീപ്പായിട്ട് നിൽക്കുന്ന ഒന്ന് പോലെയുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകിലേക്ക്
പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ പോകുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇനി ആ ഒരു സമയത്താണ് ഇനി ഞാൻ ഇതിന്റെ പുറകിലേക്ക് പോകുന്നില്ല, ഞാൻ മടുത്ത് എന്ന രീതിയിൽ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓക്കെ മൂവ് ഓൺ ചെയ്യാം എന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലൂപ്പ് പോലെയാണ്, ഒരു സൈക്കിളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് കിടക്കാനായിട്ട് ആവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു സത്യം അതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിനിടയ്ക്ക് പല വ്യക്തികളും ഇങ്ങനെ കടന്നു വന്നു പോയിട്ടുണ്ടാവാം, ഇനിയും വരാനായിട്ട് സാധ്യതയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് തേർഡ് പാർട്ടിയിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടോ ഏതൊക്കെ തരത്തിലെ ആൾക്കാർ വന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആ ഒരു കാര്യത്തിന് ഒരു കുറവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും അവിടെ ഒരു വളരെയധികം ഒരു നല്ല ഒരു പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ്. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പരീക്ഷണം എന്നോണം പലരും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി കടന്ന് പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ പോയിട്ടുണ്ടാകാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോൾ മേറ്റ് കണക്ഷൻ എന്നോ ഒന്നൊക്കെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റാരെയും കാളും നിങ്ങളെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാനോ മറന്നു കളയാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ആണ് നിങ്ങളെന്ന് അവർക്ക് ഒരു തോന്നലുണ്ട്. അപ്പൊ എൻ്റെ ലൈഫിൽ എന്തോ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തരത്തിലാണ് അവരുടെ ഒരു ഫീലിങ്സ്. അവർക്ക് വീണ്ടും നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ മിണ്ടണം, ആ ഒരു സ്നേഹം കൈമാറണം, വീണ്ടും ഒരു സ്നേഹം റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ അവർക്ക് നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഈഗോയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മിണ്ടാനുള്ള ഒരു മടി രണ്ടുപേർക്കും ഉള്ളതായിട്ട് തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി നിങ്ങൾ കുറച്ച് സമയം അവരുടെ പുറകെ നടന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊരു ഞാൻ ചെയ്യേണ്ടത് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചോദിച്ച് നിങ്ങൾ നടന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോഴൊക്കെ നിങ്ങളെ അവർ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോയതായിരിക്കാം. അപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും താന്ന് നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തികൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നവരാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇനി എങ്ങനെ വരും എന്നുള്ളൊരു ഈഗോയാണ് ഇവർക്കുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് അത്രത്തോളം ഒരു പുഷിങ് ഉണ്ട് അവരുടെ ഹൃദയം. അപ്പം നിങ്ങളിലേക്ക് വരാൻ വല്ലാതെ അവർ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റിക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകളിലേക്ക് വരുമ്പോൾ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി, അതുപോലെ 5 ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഗുഡ് മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ചിരുന്ന ആ ഒരു മുഹൂർത്തങ്ങൾ എല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമുക്ക് വളരെ ഒരു സന്തോഷം തന്നിരുന്ന ഒരു കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കൊരു മിസ്സിങ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷമം പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 5 ഓഫ് കപ്സ് പോലെ അവർക്ക്
പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തകൾ കയറി വരുന്നു. ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒരു തളർന്നു പോയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചീറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ ആ ഒരു ചീറ്റിങ്ങിന്റെ എനർജിയൊക്കെ സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് അവർക്ക് ഓവർകം ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ സ്നേഹിച്ച ഒരു വ്യക്തി നമ്മളെ ചതിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നുന്നത്. അപ്പൊ നമ്മുടെ ശത്രുവാണ് നമ്മളെ ചതിച്ചതെങ്കിൽ പോലും നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ചതിക്കുമ്പോൾ നമ്മൾ പാടെ തളർന്നു പോകും. നമ്മൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അത് ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവരാണെങ്കിൽ അത് റിമൂവ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിൽ പവർ കൊണ്ടാണ്, നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന, ആ ഒരു കാര്യങ്ങൾ എല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നല്ല ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പൊ അവരോട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് പോയി, എങ്ങനെ പോയതാണേലും അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരുടെ പുറകെ ഓടിച്ചെന്ന് കാലും പിടിച്ച് കരഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഡിപ്രഷനിലേക്ക് പോകാതെ നിങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഈ കാര്യങ്ങളിലൊന്നും ഒത്തിരി വറീഡാകാതെ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കി സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വാല്യൂ ഒക്കെ കീപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പോൺസോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു സ്ട്രൈക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പം അതുപോലെ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പല വഴികളും തേടി നടന്നത്. നിങ്ങളിപ്പോൾ ഒരു റീഡിങ് കാണുന്ന പോലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻസ് പറയുക, ഈ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഈ ഒരു സമയത്ത് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവരുടെ ആ ഒരു പ്രേരണ, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു വേഗത കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വന്നു, ഈ ഒരു ബ്രേക്കപ്പിലേക്ക് പോയി, സെപ്പറേഷനിലേക്ക് പോയി, ആ സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയും സ്പിരിച്വൽ പരമായ കാര്യങ്ങളിലേക്കൊക്കെ മാറി, അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ കുറിച്ചും കൂടി ഒരു കോൺഫിഡൻസ് വന്ന് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുക എന്നതൊക്കെയാണ് ഈ ഒരു സെപ്പറേഷനിലൂടെയൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധ്യമാക്കി തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു പേജ് ഓഫ് വാൻസിന്റെ എനർജി, അതുപോലെ തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഏത് കാർഡ് എടുത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അവരിപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഒരു ഈഗോ ക്ലാഷിലൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഇനിയിപ്പോൾ നിങ്ങൾ മിണ്ടാനായിട്ട് ചെല്ലുന്നില്ല, നിങ്ങളെക്കുറിച്ച് ബലം പിടിച്ചിരിക്കുകയാണ്, ഒരു വാശിയിലാണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് പറഞ്ഞാണ് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത്, ഒരു റീസൺ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ളതെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വളരെ ക്യൂരിയസ് ആണ്, എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരിവിടെ ആഗ്രഹിക്കുന്ന ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള തുടക്കം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വളരെ ഭദ്രമായിട്ടുള്ള, കെയർഫുൾ ആയിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ജസ്റ്റിസ് കാർഡ് പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു നീതി കിട്ടും എന്നുള്ളത് തന്നെയാണ്.
ആ ഒരു കർമ്മ, നിങ്ങളുടെ രണ്ടുപേരുടെയും കർമ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സഹിച്ച ആ ഒരു കണ്ണുനീര്, നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രാർത്ഥന, ഇതിനെല്ലാം ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1996 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ സെക്കൻഡ് ക്ലൂ വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 2 months എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഫെബ്രുവരി മന്ത് നമുക്ക് കിട്ടുന്നു. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനും ചാൻസ് ഉണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. ടോക്കറ്റീവ് എന്ന് പറയുന്ന വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കെയറിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 30 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ടാറ്റു ഓൺ ഹാൻഡ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 48 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. 1994 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 54 കിട്ടുന്നുണ്ട്. അതുപോലെ ഹിയറിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 639 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടുന്നു. പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോയിങ് കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. ലോങ് നെയിലൊക്കെ ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സണോ നിങ്ങളൊക്കെ ലോങ് നെയിൽ ഉള്ള വ്യക്തികളുമാകാനുള്ള ചാൻസ് ഉണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് നമ്പർ 45. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.